നമസ്കാരം. ആരോഗ്യ കേരളം നമ്പർ 1. ഈ കപ്പൽ ആടി ഉലയുകയില്ല. ഇതിനൊരു കപ്പിത്താനുണ്ട്. കപ്പൽ തുഴയാൻ നല്ല തുഴക്കാരുണ്ട്. അങ്ങനെ PR തള്ളലുകൾക്ക് കുറവില്ലാത്ത കേരളം. ഒരു പാവപ്പെട്ടവൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ മരിച്ചിട്ട് മണിക്കൂറുകളേറെയായി. ഇതുവരെ വായ തുറന്നിട്ടില്ല കപ്പൽ മുതലാളികൾ. റിപ്പോർട്ട് നേടിയിട്ടുണ്ട് എന്നല്ലാതെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മറിച്ചൊരു വാക്യമുണ്ടെന്നറിയില്ല. സിസ്റ്റത്തിന്റെ പാളിച്ചയെന്ന് നിരന്തരം വിലപിക്കുന്ന ഈ ഭരണകൂടത്തിനോട് ഇന്ന് അതേ സിസ്റ്റത്തിലെ മറ്റൊരു ഡോക്ടർ തന്നെ ചോദ്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജുകൾ കെട്ടിപ്പൊക്കിയിട്ടല്ല കാര്യം, അവിടെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വേണം. ഞങ്ങളാണ് നമ്പർ 1 എന്ന് പുറപ്പുറത്ത് കയറി വിളിച്ചു പറയേണ്ട കാര്യമല്ല. ഇന്നാട്ടിലെ പാവങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഇറങ്ങണം, ഇടപെടണം. അതല്ലാതെ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിച്ച് അവൻ്റെ ജീവൻ എടുത്ത് പട്ടടയിലേക്ക് പറഞ്ഞയക്കലല്ല. സ്വാഗതം ഡിബേറ്റ് 360യിലേക്ക്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് PM നിയാസ്, അതോടൊപ്പം തന്നെ ഇടതു നിരീക്ഷകൻ ശ്രീ രാജേഷ് ചിറപ്പാട്, രാഷ്ട്രീയ നിരീക്ഷകൻ B റെജി എന്നിവരാണ്. ആദ്യം ശ്രീ രാജേഷ് ചിറപ്പാട്, ഇവിടെ 2 ദിവസമാവുകയാണ് കൊല്ലം സ്വദേശിയായ ഒരു വ്യക്തി ചികിത്സ നൽകാതെ, കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാകാതെ മരിച്ചിട്ട്. ഇന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് ഈ മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം അയച്ച ഓഡിയോ സന്ദേശത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടോ ഇതുവരെയും എന്തു നടപടി എടുത്തു എന്ന് ആരോഗ്യ വകുപ്പിനോടോ സർക്കാരിനോടോ ചോദിച്ചാൽ എന്താണ് മറുപടി? വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത്. അതിലിപ്പം ഏതെങ്കിലും തരത്തിലുള്ള കക്ഷിരാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞു. അപ്പം അതിനെ സംബന്ധിച്ചുള്ള നമ്മൾ ചർച്ചയ്ക്ക് പരിശോധിക്കുമ്പോൾ ഇപ്പം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തേടുകയും ഇന്ന് ആ റിപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ് വാർത്തകളിലൂടെ എനിക്കറിയാൻ കഴിഞ്ഞത്. ഇന്നല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ആ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സത്വര നടപടികൾ കൈക്കൊള്ളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സംഭവിക്കാനുള്ള കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ നമ്മൾ ഈ വലതുപക്ഷ മാധ്യമങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്. കേരളം നമ്പർ 1 എന്നുള്ളത് വെറും PR വർക്ക് മാത്രമല്ലെന്നും, കേരളത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹ്യ സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ലോകത്ത് തന്നെ മാതൃകയായിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ വ്യതിരിക്തമായൊരു സംസ്ഥാനമായിട്ടാണ് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിലനിൽക്കുന്നത്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായി കേരളത്തിൻ്റെ കേരള മോഡൽ എന്നൊക്കെ പറയപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ സാമൂഹ്യമായിട്ടുള്ള സുരക്ഷിതത്വവും മുന്നേറ്റവും കേരളത്തിൽ അനുഭവിക്കാറുണ്ട്. ഈ 2 പിണറായി ഗവൺമെൻറ്റിൻ്റെ ഘട്ടങ്ങളിലൂടെ നമുക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. കേരളം നമുക്ക് നോക്കാറിയാം, എത്രയോ വലിയ പകർച്ചവ്യാധികളിലൂടെയും എത്രയോ വലിയ നിപ്പ പോലുള്ള വലിയ പകർച്ചവ്യാധികളിലൂടെ കടന്നുപോയി. കോവിഡ് എന്ന് പറയുന്ന ലോകത്താകമാനം ഗ്രസിച്ചിരുന്ന കോവിഡ് പോലുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇങ്ങനെയെല്ലാം ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ഗവൺമെൻറ് എടുത്ത നിലപാട്, ഇതിന് ലോകാരോഗ്യ സംഘടനകൾ, ലോകത്തിലെ മറ്റ് രാജ്യങ്ങൾ ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള അംഗീകാരം നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം BJP പോലുള്ള ഇന്ത്യ ഭരിക്കുന്ന യൂണിയൻ ഗവൺമെൻറ്, അധികാരത്തിലേറുന്ന BJP ഗവൺമെൻറ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ ഒരു പൊതു താല്പര്യത്തെ, കേരളത്തിൻ്റെ ജനങ്ങളുടെ ആരോഗ്യം, അവരുടെ സാമൂഹ്യമായ സുരക്ഷ, വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ നേട്ടങ്ങൾ, ഇതിനൊക്കെ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളും LDF UDF എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ഘട്ടമാണിത്. എങ്കിലും ഒറ്റപ്പെട്ടതാണ്. പക്ഷേ അപ്പുറത്തിലേക്ക് ഈ വിഷയത്തെ വലിച്ചഴക്കുന്നതിനപ്പുറത്തേക്ക് അപ്പം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. എന്തെങ്കിലും സിസ്റ്റം അല്ലെങ്കിൽ ആശുപത്രി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. അല്ല രാജേഷ്, അവിടെയാണ് പ്രശ്നം. പരിഹാരം ഉണ്ടാവണമെന്നല്ല, തീർച്ചയായിട്ടും പരിഹാരം. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ താങ്കൾ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട സംഭവം എന്ന് താങ്കൾ പറയുന്നില്ല, പക്ഷെ നമ്മുടെ ആരോഗ്യ വകുപ്പും നമ്മുടെ സർക്കാരും പറയുന്നത് ഒറ്റപ്പെട്ട സംഭവം അവിടെ ഉണ്ടായി എന്ന നിലയിലുള്ള വിലയിരുത്തലുകളാണ് ഇതിന് മുൻപ് നടന്നിട്ടുള്ളത്. കാരണം നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കോട്ടയത്ത് ഒരു ബിന്ദു മരിക്കുന്നു. അതെങ്ങനെയാണ്? കൂട്ടിരിപ്പുകാരി, കെട്ടിടം തകർന്നു വീണ് അവർ മരിച്ചു. അതിനുശേഷം എന്താണ്? തലസ്ഥാന നഗരിയിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ സുമയ്യ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിക്ക്, യുവതിക്ക് ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വലിയ പാളിച്ച ഉണ്ടാകുന്നു. അതെവിടെ, ആരുടെ പാളിച്ചയാണ്? ഇതേ സർക്കാർ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നാണ്. ഹർഷിന, ആ പേരിന് പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കോഴിക്കോട് നിന്നുള്ള ആ യുവതി കയറി ഇറങ്ങാത്ത സർക്കാരിൻ്റെ കേന്ദ്രങ്ങളൊന്നുമില്ല.
നീതി കിട്ടിയിട്ടുണ്ടോ? ഇതുവരെയുമില്ല. ഏറ്റവും ഒടുവിലാണ് 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് പാലക്കാട് അതും ചികിത്സാ പിഴവിൻ്റെ പേരിൽ കൈമുറിച്ച് മാറ്റേണ്ടി വന്നത്. ഈ പാളിച്ചകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും മറുവശത്ത് നിങ്ങൾ പറയുന്നത് എന്താണ്? പരിശോധിക്കപ്പെടണം, മാറ്റണം. താങ്കൾ പറഞ്ഞതുപോലെ കഴിഞ്ഞ 2 പിണറായി സർക്കാരുകൾ ഭരിക്കുന്നു, 9.5 വർഷം കഴിഞ്ഞു. ഇത്രയും കാലമായിട്ടും ഈ വകുപ്പിലുണ്ടാകുന്ന പാളിച്ചകൾ ഇങ്ങനെ മാറ്റണം എന്ന് പറയാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല? അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ താങ്കൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ച വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞല്ലോ. വലതുപക്ഷ മാധ്യമമൊന്നുമില്ല, എല്ലാ മാധ്യമങ്ങളും ഒന്നടങ്കം പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ പാളിച്ചയുണ്ട്. സിസ്റ്റം നിയന്ത്രിക്കുന്നവരുടെ ഭാഗത്താണ് പാളിച്ച. അതാണ് തെളിയിക്കേണ്ടത്, മാറ്റേണ്ടത്. പക്ഷെ നിങ്ങൾ മാറ്റുന്നില്ല. അല്ല, നമ്മളിതിൻ്റെ അകത്ത് ഇത് തർക്കിച്ചുകൊണ്ട് ഈ സിസ്റ്റം മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. അല്ല, ഇത് തർക്കിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം കംപ്ലീറ്റ് അല്ലെങ്കിൽ മുഴുവൻ താറുമാറായിരിക്കുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സംബന്ധിച്ചുള്ള കാര്യം രാജേഷ്, അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ പാളിച്ചയുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല. ഇത് ഭരിക്കുന്ന വ്യക്തികൾ, ഭരിക്കുന്ന ഭരണ നേതൃത്വത്തിലിരിക്കുന്നവർ, ഈ ഭരണ യന്ത്രം തിരിക്കുന്നവർ മനസ്സിലാക്കണം, ഞങ്ങളുടെ ഭാഗത്ത് പാളിച്ചയുണ്ട്. സിസ്റ്റത്തിനകത്ത് നിന്നൊരു ഡോക്ടർ വന്ന് നെഞ്ചും വിരിച്ച് പറയുകയാണ് ഇതിനകത്ത് പാളിച്ചയുണ്ട്, രോഗികളെ കിടത്തി ചികിത്സിക്കുന്നത് തെറ്റാണ് എന്ന് ഇന്നും ഹാരിസ് സിറക്കിൽ എന്ന് പറയുന്ന ഡോക്ടർ എന്ന് പറയുകയാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മിണ്ടിയോ ഈ നിമിഷം വരെയും? ആരോഗ്യവകുപ്പ് മന്ത്രി മിണ്ടിയോ? താങ്കൾ പറഞ്ഞതുപോലെ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് സാർ, കഴിഞ്ഞ എല്ലാ സംഭവങ്ങൾക്കും മന്ത്രി റിപ്പോർട്ട് തേടാറുണ്ട്. എന്നിട്ട് അതിന്മേൽ എന്ത് നടപടിയെടുത്തു? ഇതിലിപ്പോൾ കേരളത്തിലെ LDF ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് മനഃപൂർവ്വം ഈ ആരോഗ്യ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാൻ കഴിയുമോ നമുക്ക്? ഗോപകുമാർ ഡോക്ടറിൻ്റെ പിന്നെ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടു. അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹത്തിന് വിമർശിക്കാനോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷെ അത് ഏതെങ്കിലും തരത്തിലുള്ള ആധികാരികമായ ഒന്നാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിലൊന്നും യാതൊരു സംശയമില്ല. അത് അദ്ദേഹത്തിന് ഔദ്യോഗിക ഭാഷ പറയാനൊന്നും ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കാര്യമല്ല, കേരളത്തിലെ സംവിധാനങ്ങളുടെ പ്രശ്നമാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമോ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യമോ ഒന്നുമല്ല. അദ്ദേഹം ഒരു പൊതുജന ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പറഞ്ഞത് അതെ, അഭിപ്രായം പറയണം. പക്ഷെ അദ്ദേഹത്തിന് അഭിപ്രായം പറയാം, അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായമാണ്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്, എത്രത്തോളം വസ്തുതയില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രം അങ്ങ് കാണരുത്. അദ്ദേഹം ഹാരിസ് സിറക്കലിന്റെ അഭിപ്രായമായി മാത്രം അങ്ങ് കേരള സമൂഹത്തിന്റെ അഭിപ്രായമാണ്. കാരണം താങ്കൾ തലസ്ഥാന നഗരിയിലുള്ള വ്യക്തി കൂടെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ഈ തറയിൽ വിരിപ്പ് വിരിച്ച് കിടത്തി ചികിത്സിക്കുന്ന രോഗികളില്ലേ? ഈ നിമിഷത്തിൽ ഇപ്പോൾ പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, മറ്റെങ്ങും പോകേണ്ട, നമുക്ക് തലസ്ഥാന നഗരിയിൽ ആശുപത്രിയിൽ തന്നെ എടുക്കാം. ഇവിടെ ഇപ്പോഴും ബെഡില്ലാതെ താഴെ വിരിച്ച് കിടന്ന് ചികിത്സിക്കുന്ന ആൾക്കാരില്ലേ, രോഗികളില്ലേ? അത് ഹാരിസ് സിറക്കിൽ വന്ന് പറയണമെന്നില്ല. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, അങ്ങേക്കും അറിയുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ രോഗികളും ബെഡില്ലാതെ തറയിൽ കിടന്ന് നരകിക്കുകയാണെന്ന് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വർത്തമാനം ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ വർത്തമാനത്തിൽ നിന്ന് അങ്ങനെയുള്ള അപ്പം നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അഭിപ്രായം പറയുന്നതിലും അദ്ദേഹം എതിർക്കുന്നില്ല. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് ആധികാരികമായി അതിൻ്റെ അഭിപ്രായത്തിൽ വസ്തുതകളുണ്ടാകും, വസ്തുതകളില്ലാതിരിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അഭിപ്രായം പറയാൻ ആധികാരികമായി അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞോട്ട്, അതിൽ വസ്തുതകളുണ്ടെങ്കിൽ നമുക്ക് പരിശോധിക്കാം. വസ്തുതകളുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ മറ്റൊരു വസ്തുത. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എല്ലാ രോഗികളും തറയിൽ കിടന്ന് നരകിക്കുകയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ നമുക്ക്? എന്ന് പറഞ്ഞില്ലല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ വാക്കാണ്, നമുക്കതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ അപ്പം നമ്മളുടെ ഒരു ആരോഗ്യ സംവിധാനത്തെ ഇനിയും മെച്ചപ്പെടുത്താനുണ്ട്. ഇത് ആരോഗ്യ സംവിധാനം പൂർണ്ണമായി കേരളത്തിൽ ആരോഗ്യ സംവിധാനം മുഴുവൻ എല്ലാം റെഡിയായി എന്ന് ആരും പറയുന്നില്ല. ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പരിമിതമായ സൗകര്യങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ തുരങ്കം വെക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായത്തിൽ കാര്യങ്ങൾ അജണ്ട വെച്ചുകൊണ്ട് തീരുമാനിച്ച് നമുക്കിത് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വലതുപക്ഷ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ജയ്ഹിന്ദ് മാത്രമല്ല പറയുന്നത്, കേരളത്തിലുള്ള ഭൂരിഭാഗം മാധ്യമങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളാണ്. വലതുപക്ഷ ഐഡിയോളജിയെ, വലതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. അവർ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ
ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യം നേരിടുന്നുണ്ട്. കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമുണ്ട്. പക്ഷേ നമ്മൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ എന്തെങ്കിലും തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യത വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുഴുവൻ ചർച്ചകളെയും ഫോക്കസ് ചെയ്യുന്ന ഒരു തരത്തിലുള്ളൊരു വലതുപക്ഷ അജണ്ട പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും മാധ്യമത്തിന് മാത്രമല്ല. അല്ലല്ല, ശരി, ഞാൻ അംഗീകരിക്കും. എന്തായാലും ആ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോരി എന്ന് പറയുന്ന വലിയ ആരോപണം വെച്ച്, അത് ആരോപണം മാത്രമല്ല തെളിവുകൾ സഹിതം നിരത്തിയാണ്. എന്നിട്ടും നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിന്റെ എത്രാമത്തെ പേജിലായിരുന്നു ആ വാർത്ത വന്നത്? നിങ്ങൾക്കതായിരുന്നോ പ്രാധാന്യം? ഇവിടെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ പാർട്ടി മുഖപത്രത്തിൽ എവിടെയാണ് കാണിച്ചത്? ആ 2 പത്രം, അല്ലല്ല, CPM-ന്റെ പാർട്ടി മുഖപത്രവും ജന്മഭൂമി എന്ന പത്രത്തിലും മാത്രമാണ് ഏറ്റവും അവസാനത്തെ 9ാമത്തെ എങ്ങാണ്ടോ കോളത്തിൽ ഈ വാർത്ത ചെറിയൊരു കോളത്തിൽ വന്നത്. മറ്റെല്ലാ പത്രവും ഒന്നാമതായി ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. കാരണം അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് ഈ വാർത്തയുടെ പ്രാധാന്യം അനുസരിച്ചാണ് എന്നങ്ങ് ദയവ് ചെയ്തങ്ങ് പറയരുത്. ഞാൻ അങ്ങനെയൊക്കെ വരാം. അഡ്വക്കേറ്റ് PM നിയാസ്, ഇനിയും ഇവിടെ സിസ്റ്റം മാറേണ്ടതുണ്ട്. അതിൻ്റെ ആ ഒരു ക്രമത്തിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ മതിയോ നമ്മുടെ ആരോഗ്യ രംഗം? അഡ്വക്കേറ്റ് PM നിയാസ്. കേരളത്തിൽ ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്ന് PR വർക്ക് നടത്തിയത് ഇടതുപക്ഷ സർക്കാരാണ്. ആ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ കോവിഡ് സമയത്ത് ലോകത്തിൽ തന്നെ 1ാമത് ആരോഗ്യം എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോയി. ആ മുന്നോട്ട് കൊണ്ടുപോയത് കഴിഞ്ഞ കുറെ കാലങ്ങളായി. കേരളം ഉണ്ടായ ശ്രീചിത്ര തിരുനാളിന്റെ കാലം മുതൽ അതിനുശേഷം ഉണ്ടായത് ജനാധിപത്യ സർക്കാരുകളുടെ പ്രവർത്തനം കൊണ്ട് വളരെയേറെ ആരോഗ്യ പരിപാലന കാര്യത്തിൽ കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും അതിന് സർക്കാരുകൾ മുന്തിയ പരിഗണന നൽകുകയും അങ്ങനെ പ്രൈമറി ഹെൽത്ത് സെന്ററും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയും ഏറ്റവും ഒടുവിൽ കേരളത്തിൽ 4 or 5 മെഡിക്കൽ കോളേജുകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് എന്ന തത്വം നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ആരോഗ്യ രംഗത്തെ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയിരുന്ന ഡോക്ടർമാരുടെ എണ്ണത്തിൽ കേരളത്തിൽ തന്നെ വലിയ വർധനം ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു വലിയ നേതൃത്വം കൊടുത്തതാണ് ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഐക്യജനാധിപത്യ സർക്കാർ. എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ജനസംഖ്യ അനുസരിച്ചുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടിയാണ് മെഡിക്കൽ കോളേജുകൾ അടക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഈ PR തള്ളലല്ലാതെ ആരോഗ്യ മേഖലയിൽ എന്താണ് ചെയ്തതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആയ പിണറായി വിജയന്റെ 1ാം സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ടീച്ചറമ്മ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രചരണം നടത്തി. അതേ ടീച്ചറമ്മയെ വീണ്ടും മന്ത്രിസഭയിൽ വെക്കുവാൻ പോലും തയ്യാറാകാതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്തിനാണ്? ഇന്നത്തെ ആരോഗ്യമന്ത്രി അന്ന് നിയമസഭയിൽ നടത്തിയ പ്രസംഗം എന്താണ്? ഈ കപ്പൽ ആടി ഉലയുമെന്ന് ആരും വിചാരിക്കേണ്ട. ഈ കപ്പലിന് ഒരു കപ്പിത്താൻ ഉണ്ട്. ആ കപ്പിത്താൻ ആടി ഉലയുന്ന കടലിലും ഈ കപ്പലിനെ നേരായ വഴിക്ക് കൊണ്ടുപോകുമെന്ന് പ്രസംഗിച്ച വ്യക്തിയാണ് ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി. ആ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആരോഗ്യ കപ്പൽ ഇന്ന് ആടി ഉലയുകയാണ്. ഒന്നിനു പിറകെ ഒന്നായി. സാധാരണ ഇതിൽ ആരോഗ്യ വകുപ്പ് ആര് കൈകാര്യം ചെയ്യാനും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം ഇത്രയും രോഗികളെ ഇത്രയും വലിയ കേരളത്തിൽ ഇത്രയും വലിയ പേഷ്യന്റ് റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ വളരെ ഒറ്റപ്പെട്ട ഇതിൽ തർക്കങ്ങൾ ഉണ്ടാകും. ഇന്ന് അതല്ല, നിരന്തരമായ കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് ആ മെഡിക്കൽ കോളേജ് ഇതിൽ തന്നെ നടക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രൈമറി ഈ ശ്രദ്ധ കൊടുക്കേണ്ടത് ആരോഗ്യ വകുപ്പിന് കീഴിൽ അല്ലെങ്കിൽ ആരോഗ്യ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജുകളാണ്. ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഈ മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളിലെ പരിപാലനങ്ങളെ സംബന്ധിച്ച് അതുപോലെ മരുന്നുകളുടെ അപര്യാപ്തതയെ കുറിച്ച് മരുന്ന് സാമഗ്രികളുടെ വിതരണത്തിലെ ഷോർട്ടേജുകളെ കുറിച്ച് ഇവിടെ ഒരു ആരിസ് എന്ന് പറയുന്ന ഡോക്ടർ, അദ്ദേഹം വകുപ്പ് തലവനാണ്. അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയയിൽ അവസാനം അദ്ദേഹത്തിന് കർണ വേദന കൊണ്ട് അദ്ദേഹത്തിന്റെ വിഷമം കൊണ്ട് സഹിക്കാൻ വയ്യാതെ അദ്ദേഹത്തിന് വൈസ്ഫുലങ്ങളായി എന്ന വാക്കുകൾ അന്നുണ്ടായിരുന്നു. അന്ന് ആ മന്ത്രി ഈ കാര്യങ്ങളിൽ വികസ്ഥിതി ബോധ്യപ്പെട്ട് ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കി പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുകയില്ല. അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആരോഗ്യ മേഖലകളിൽ
ചികിത്സ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. എന്റെ മുമ്പിൽ വന്ന ഒരു രോഗിക്ക് ചികിത്സ കൊടുക്കാൻ കഴിയാതെ രോഗി വേദന കൊണ്ട് പൊളയുന്ന അവസ്ഥ യൂറോളജി വകുപ്പിൽ എനിക്ക് കണ്ട് എന്റെ മനസ്സ് എനിക്ക് കൺട്രോൾ കിട്ടാത്ത അവസ്ഥയിലേക്ക് വേദന കൊണ്ട് വിഷമം ഉണ്ടാകുന്നു എന്നൊരു ഒരു 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 ഡോക്ടർ പറഞ്ഞു. ആ ഡോക്ടറെ കുറിച്ച് കൂടി പറയാം. ആ ഡോക്ടർ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അത് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് ചരിത്രത്തിലെ ഏറ്റവും നല്ല വോട്ടാണ് എന്ന് LDFന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ട ഡോക്ടറാണ്. CPMന്റെ സൈദ്ധാന്തികനായി എന്ന് പറയാവുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടർ പറയേണ്ടി വന്നപ്പോ ആ ഡോക്ടറുടെ മേൽ കുതിര കയറുവാനാണ് ഈ ആരോഗ്യമന്ത്രി ശ്രമിച്ചത്. അതിനു പകരം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലകളിൽ ഉണ്ടായ ഷോർട്ടേജുകളും അപര്യാപ്തകളും അത് പോരായ്മക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം അവർ ചെയ്തത് എന്താണ്? അവരുടെ ഓരോരോ സ്റ്റേറ്റ്മെന്റുകളും പ്രതിരോധാത്മകമാണ്. എന്നാൽ വേണ്ടതെന്താണ്? പരിഹാരാത്മകമാക്കി മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു പരിഹാരവും ചെയ്തില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഇവിടെ എന്താണ് സംഭവം? 48 വയസ്സുള്ള ഒരു നല്ല ആരോഗ്യമുള്ള ഒരു ഒരാള്, വേണു എന്ന് പറയുന്ന ഒരാള്, പൽമന സ്വദേശി, കൊല്ലം ജില്ലയിലെ പൽമന സ്വദേശി. അദ്ദേഹത്തിന് ഈ നെഞ്ഞുവേദനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രാഥമിക ആരോഗ്യത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്നും അദ്ദേഹത്തിന് ചികിത്സിക്കാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇദ്ദേഹത്തെ അടിയന്തരമായ ആൻജിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നിങ്ങൾ ആലോചിക്കണം, ഇത് ഒരു ചെറിയ കാര്യമായി ഒരു സിസ്റ്റത്തിന് തകരാണെന്ന് പറയാൻ കഴിയില്ല. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ വ്യക്തിയെ അദ്ദേഹത്തിന് 5 ദിവസം അദ്ദേഹത്തിന് ഈ ചികിത്സ ചെയ്തിരുന്നുവെങ്കിൽ, ഈ ആൻജിയോ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യ നിലയിൽ മാറ്റമുണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം ഇങ്ങനെ നിന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. അതിന് പകരം അദ്ദേഹത്തിന് ചെയ്യാതിരുന്നതിന്റെ കാരണം കൂടി എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സഹയാത്രികൻ മനസ്സിലാക്കണം. ഞങ്ങളാരും പറഞ്ഞതല്ല, ഞങ്ങളാരും ഉണ്ടാക്കിയതുമല്ല, ഞങ്ങളാരും AI സൃഷ്ടിച്ചതുമല്ല. അവിടെ അദ്ദേഹം ആ മരിച്ചുപോയ വേണു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ സഹോദരന് വേദനയോടുകൂടി അദ്ദേഹത്തിന്റെ തൊണ്ടയടറിക്കൊണ്ട് പറഞ്ഞത് ആ വാക്കുകൾ നിങ്ങൾ ആലോചിക്കണം. എന്താ പറഞ്ഞത്? ഇവിടെയെല്ലാം കൊടുക്കുന്ന കാശിന് മാത്രം, ബാക്കിയെല്ലാം കാഴ്ചക്കാരായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുവാൻ, കൈക്കൂലി കൊടുക്കുവാൻ ആരോഗ്യ മേഖലകളിൽ ഈ സർക്കാരിന്റെ ആശുപത്രിയിൽ സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന ഡോക്ടർമാർക്കും അതുപോലെ ജീവനക്കാർക്കും കാശ് കൊടുക്കുന്നതിന് മാത്രം ചികിത്സ കിട്ടുന്നു എന്ന് പറയുന്ന അവസ്ഥ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഞങ്ങൾ പറയുന്നത്. ആ തീരുമാനം, ആ ഒരു സാഹചര്യം കേരളത്തിൽ എപ്പോഴുണ്ടായി? പാവപ്പെട്ടവന്റെ ഏറ്റവും വലിയ ആശ്വാസമല്ലേ മെഡിക്കൽ കോളേജുകൾ, ആരോഗ്യ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ? അവിടെ നീതിപൂർവം രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് വളരെ പെട്ടെന്ന് ചികിത്സ കൊടുക്കുന്നിടത്ത് വളരെ പെട്ടെന്ന് കൊടുക്കുവാനും വളരെ കുറച്ച് കഴിഞ്ഞു കൊടുക്കുന്നവന് കുറച്ച് കഴിഞ്ഞു കൊടുക്കുവാനും കഴിയുന്ന നീതിബദ്ധത്തോട് പ്രവർത്തിക്കുന്ന സിസ്റ്റം ഈ അവിടെ തകരാറായെങ്കിൽ സിസ്റ്റത്തിന്റെ തകരാറല്ല, സിസ്റ്റത്തിന് നേതൃത്വം നൽകുന്ന ആരോഗ്യവകുപ്പിനും അതിന്റെ മന്ത്രിക്കും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും ഉത്തരവാദിത്തമാണ്. ഇവിടെ എന്താണ് സാഹചര്യം? ഇവിടെ ആരിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ ആശുപത്രിയിൽ 40 വർഷവും 30 വർഷവും മുമ്പൊക്കെ ഉണ്ടായ അതേ അവസ്ഥ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇവിടെ അങ്ങ് പറഞ്ഞല്ലോ എല്ലാവർക്കും കിടക്ക കൊടുക്കാൻ കഴിയില്ല. കിടക്ക കൊടുക്കേണ്ടവെങ്കിൽ കൊടുക്കണം. ദീർഘകാല പദ്ധതികൾ ഉണ്ടാക്കിക്കൊണ്ട് ആരോഗ്യ മേഖലയിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ചികിത്സ ഉണ്ടാക്കണം. 2 തരത്തിൽ മാർഗമുണ്ടാക്കാം. മെഡിക്കൽ കോളേജുകൾ വികസിപ്പിക്കാം, അല്ലെങ്കിൽ ജില്ലാ ആശുപത്രികൾ വികസിപ്പിക്കാം. അതുമല്ലെങ്കിൽ സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രൈമറി ഹെൽത്ത് സെന്റർ വികസിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ എന്തിനാണ് നിങ്ങൾ ഭരിക്കുന്നത്? ഇവിടെ ആരോഗ്യ മേഖലയിലെ പൊതു മേഖലകളിൽ പോരുന്ന ആളുകൾക്കെല്ലാം ഡോക്ടർമാരോടും ആശുപത്രികളോടും വിശ്വാസം നഷ്ടപ്പെട്ടാൽ അവരെല്ലാം പോകേണ്ടി വരുന്നത് സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. എന്തുകൊണ്ടാണ് വേണുവിന് പോകാൻ കഴിയാതിരുന്നത്? വേണുവിന്റെ കുടുംബത്തിന്റെ കയ്യിൽ കാശില്ല, പാവപ്പെട്ടവനാണ്. പാവപ്പെട്ടവനെ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ സർക്കാർ അത് ചെയ്യാതെ പോകുമ്പോഴാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു കാര്യമല്ല. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, ചികിത്സാ പിഴവുകൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ആശുപത്രി കെട്ടിടത്തിൽ തീപിടിച്ച് 2 തവണ തീപിടിച്ച് 5 പേര് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൂടാതെ അർഷിതയ്ക്ക് ചികിത്സാ പിഴവുണ്ടായി. അതുപോലെ ബിന്ദു എന്ന ഒരു കൂട്ടിരിപ്പുകാരിക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ഇതൊക്കെ ആരാണ് കാരണം? ഡോക്ടർമാരുടെ അപര്യാപ്തത പരിഹരിക്കേണ്ടതാരാണ്? ഇവിടെ ആരോഗ്യ ഉപകരണങ്ങളുടെ പരിപാലനങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളും കഴിവുകേടുകളും അല്ലെങ്കിൽ പോരായ്മകളും ഉത്തരവാദിത്വം ആരാണ്? ഒന്ന് സർക്കാർ, ഒന്ന് ആരോഗ്യ
വകുപ്പ്, ആരോഗ്യമന്ത്രി. മൂന്നാമത് നിങ്ങൾ ആലോചിക്കേണ്ടത് മരുന്നുകളുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ മരുന്ന് ഇല്ലാത്തതിന്റെ പേരിൽ ചികിത്സ മുടങ്ങി അവസാനം കോഴിക്കോട് MP MK രാഘവൻ അടക്കമുള്ള ആളുകൾ നിരാഹാരം കിടക്കേണ്ട അവസ്ഥയുണ്ടായി. 30 കോടി കൊടുത്താൽ തീരാവുന്ന കാര്യമാണ്. ആ 30 കോടിക്ക് പകരം സർക്കാരിന്റെ PR, അതുപോലെ ആരോഗ്യ വകുപ്പിന് PR നൽകുന്ന എത്ര കോടികളാണ് ഇവിടെ ചെലവഴിക്കുന്നത്. ഇവിടെ എന്റെ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടാക്കുന്ന വീഡിയോക്ക് എത്ര കോടികളും ലക്ഷങ്ങളുമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തുക ഒന്ന് കുറച്ച് കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കൊടുത്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. 160 ഡോക്ടർമാരെ നിയമിക്കണമെന്ന് പറഞ്ഞ് ആരോഗ്യ വകുപ്പ് മന്ത്രി സർക്കാരിലേക്ക് അയച്ചല്ലോ. ഒരാളെ പോലും കൊടുത്തില്ലല്ലോ. മെഡിക്കൽ കോളേജുകൾ 3 ഉണ്ടാക്കി കെട്ടിടമുണ്ടാക്കി നിൽക്കുന്നു. ഒന്ന്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ കാസർഗോഡ് എന്തേ കൊടുക്കാഞ്ഞത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് വലിയ കെട്ടിടം, ഞാൻ പറഞ്ഞ തീപിടിച്ച കെട്ടിടത്തിലേക്ക് 131 പേരെ വേണമെന്ന് പറഞ്ഞ് കൊല്ലം 5 കൊടുത്തില്ലല്ലോ. അതുപോലെ കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ, വിവിധ സർക്കാർ ആശുപത്രികളിൽ, വിവിധ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ, മെഡിക്കൽ കോളേജിൽ ആശുപത്രികളിലൊക്കെ ഡോക്ടർമാരില്ല, ചികിത്സിക്കാനുള്ള പാരാമെഡിക്കൽ സ്റ്റാഫില്ല, നഴ്സുമാരില്ല, അതുപോലെ മറ്റു സംവിധാനങ്ങളില്ല, സെക്യൂരിറ്റി സംവിധാനങ്ങളില്ല. ഇതെല്ലാം സിസ്റ്റത്തിന്റെ കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നാണക്കേടല്ലാതെ നിങ്ങൾക്കൊന്നും ഇത് അധികാരത്തിൽ ഇരിക്കാനുള്ള ബാധ്യത പോലും അല്ലെങ്കിൽ അവകാശം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കേരളത്തിലെ ജനങ്ങൾ, പാവപ്പെട്ടവന്റെ, തൊഴിലാളികളുടെ ഒക്കെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ, കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ, നിങ്ങൾ ചെയ്യുന്നത് കുബേരന്മാരാക്കി വളർത്തുന്ന ഈ സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾക്ക് വേണ്ടി ഈ പാവപ്പെട്ട ആളുകളുടെ ഏറ്റവും വലിയ ആശ്രയമായ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും ഇല്ലാതാക്കുവാനുള്ള ശ്രമമായി കൊണ്ടാണ് ഇന്ന് കേരളത്തിലെ പിണറായി വിജയനും അതുപോലെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും മുന്നോട്ട് പോകുന്നത്. അതിനെതിരായാണ് ഞങ്ങൾക്ക് ശബ്ദം ഉയർത്തുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ, കേൾക്കുവാൻ, അവന്റെ ആവശ്യങ്ങൾക്ക്, അവന് പ്രാഥമികമായ ആരോഗ്യ ആവശ്യങ്ങൾക്ക് പോലും ചെവി കൊടുക്കാത്ത സർക്കാർ ഇന്ന് എന്റെ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ നിപ്പ നിരന്തരം വരികയാണ്. ഇതുപോലെ ഡെങ്കിപ്പനി നിരന്തരം വരികയാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട നിരവധികളായ ഹെപ്പറ്റൈറ്റിസ് A ഉൾപ്പെടെ നിരവധികളായ കാര്യങ്ങൾ നിരവധി വരികയാണ്. ഇതിനാവശ്യമായ പ്രതിരോധ സംവിധാനം എടുത്ത് ഇല്ലായ്മ ചെയ്യണം. ചെയ്യാൻ കഴിയുന്നില്ല. നോക്കുകുത്തിയാണ്. പ്രതിരോധ മേഖലയിൽ നോക്കുകുത്തിയാണ്, ചികിത്സാ മേഖലയിൽ നോക്കുകുത്തിയാണ്, എല്ലാ മേഖലകളിലും നോക്കുകുത്തിയായി മുന്നോട്ട്. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. അഡ്വക്കേറ്റ് PM നിയാസ്, തീർച്ചയായിട്ടും അങ്ങയുടെ പോയിന്റ് വ്യക്തമാണ്. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ B റജി, ഇവിടെ ഈ വേണുവിൻ്റെ ആ ഓഡിയോ സന്ദേശം, അതായത് ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും ഇവിടെ നോക്കുന്നില്ല, കൈക്കൂലിയാണ്. ആരോഗ്യ പ്രവർത്തകരോട് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർ ഒന്നും മിണ്ടുന്നില്ല. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യവുമായി സമീപിച്ചാൽ, സംശയം ചോദിച്ചാൽ അവർക്ക് മിണ്ടാട്ടമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഈ സാധാരണക്കാരായ ആളുകൾ അങ്ങ് ദൂരെ നിന്നുമൊക്കെ ഇത്തരത്തിലുള്ള സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ക്യൂ നിന്ന് രാവിലെ മുതൽക്ക് തന്നെ മണിക്കൂറുകൾ ക്യൂ നിന്ന് OP ടിക്കറ്റ് വാങ്ങി ഡോക്ടർമാരെ കാണാൻ എത്തുന്നത് അവൻ്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്. അതല്ല എങ്കിൽ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ഈ സാധാരണക്കാരൻ്റെ അത്താണിയാകേണ്ട ഇത്തരത്തിലുള്ള ആശുപത്രികളിൽ ക്രമക്കേട് നടന്നിട്ട് വർഷം കുറയായി. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഞങ്ങൾ പരിവർത്തനത്തിൻ്റെ പാതയിൽ എന്ന് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം 9.5 വർഷമായി ഇതേ സർക്കാർ തുടർച്ചയായി ഭരിച്ചിട്ട് ഒരു തരത്തിലുമുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് താങ്കൾ ഈ ആകെ തുക, എന്തായാലും ഈ അവസാന മാസങ്ങൾക്കുള്ളിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് ഭരണത്തിൻ്റെ? അതെ ലിജൻ, അതായത് കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഈ കേരളത്തിലെ ജനങ്ങളോട് പച്ച നുണ പറഞ്ഞുകൊണ്ട് ഒരു സർക്കാർ ഭരണകൂടം നിലനിൽക്കുകയാണ്. നോക്കൂ, നമുക്ക് ലജ്ജയില്ലേ ഈ കേരളത്തിൽ ജീവിക്കുവാനായിട്ട്? നമ്മുടെ ഒരു അയൽവാസി, നമ്മുടെ ഒരു ജീവി, നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു നിർധനനായ ഒരു സാധാരണ മനുഷ്യൻ, ഒരു ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് അദ്ദേഹം 2 പെൺമക്കളെ വളർത്തുന്ന ഒരു സാധു കുടുംബത്തിൽ ജനിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നത്. പന്മന, കൊല്ലത്തിനടുത്തുള്ളത് ഇടപ്പള്ളി കോട്ടയിലാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോയുമായി ഓരോ ദിവസവും പോകുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബം പോറ്റാൻ വേണ്ടി. അങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോയ അദ്ദേഹത്തെ അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് വിടുന്നു. അവിടെ നിന്ന് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ റഫർ ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യരംഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക്, നമ്പർ 1 കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജിലേക്ക്. ആ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴുള്ള അവസ്ഥ, ആ മനുഷ്യൻ അനുഭവിച്ച ദുരിതം, അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ, ഇതൊക്കെ കേട്ടിട്ട്
നമുക്ക് ലജ്ജ തോന്നുന്നില്ലേ നമ്മുടെ ഈ ഭരണകൂടത്തിനോടും നമ്മുടെ ഈ സിസ്റ്റത്തിനോടും? ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന അതിനുവേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഈ 2021-ലും 2016-ലും വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? അദ്ദേഹം എന്താണ് പറയുന്നത്? നായ്ക്കളെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും മെഡിക്കൽ കോളേജിൽ വന്ന എന്നെ ഒന്ന് നോക്കുന്നില്ല. മനുഷ്യ ജീവൻ്റെ ശാപം നിറഞ്ഞ സ്ഥലമാണ് ഈ മെഡിക്കൽ കോളേജ്. അദ്ദേഹം പറയുക, ഈ സർക്കാരിന് കിട്ടുന്ന ശാപ വചസ്സുകൾ ഇതിനപ്പുറം വേറെ ഏതാണ്? ഈ സർക്കാരിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന്, ഈ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നമ്പർ 1 എന്ന് എല്ലാ നിമിഷവും തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ ഈ പറയുന്നത്? എന്താ, ഓരോ ജീവൻ്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന നരകമാണ് ഈ മെഡിക്കൽ കോളേജ്. ഇവിടെ കൈക്കൂലിക്കാർക്ക് മാത്രമേ കഴിയാൻ ചെയ്യുന്നുള്ളൂ. എന്ത് ചോദിച്ചാലും ഇവരാരും ഒരു മറുപടിയും പറയില്ല എന്ന്. ഈ പറഞ്ഞ ഈ വേണു എന്ന ഈ യുവാവിൻ്റെ ഈ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് കൂടിയുള്ള പണം കൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ഈ മെഡിക്കൽ കോളേജിലെ സ്റ്റാഫുകൾ ശമ്പളം വാങ്ങുന്നത്, ഈ ഡോക്ടർമാർ ശമ്പളം വാങ്ങുന്നത്, ഈ ഡോക്ടർമാർ പഠിച്ചത് ബഹുഭൂരിപക്ഷവും കേരളത്തിലെ ജനങ്ങളുടെ സാധാരണക്കാരുടെ നികുതി പണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് ഈ സാധാരണക്കാരായ ജനങ്ങളോട് കാട്ടുന്ന അവഗണന ഏതെങ്കിലും ന്യായീകരിക്കാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിൽ ഇതിനെ ന്യായീകരിക്കാൻ കഴിയുമോ? അതായത് നമ്മുടെ ആരോഗ്യരംഗത്ത് നിലനിൽക്കുന്ന കടുത്ത അനാസ്ഥ, അനീതി, കെടുകാര്യസ്ഥത, നാഥനില്ലായ്മ, ഇതല്ലേ നമ്മുടെ ഈ ആരോഗ്യരംഗത്ത് വാഴുന്നത്, വീഴ്ചകൾ വാഴുന്നത്? എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നവകേരള സൃഷ്ടിക്കായി ഈ ആടി ഉലയുന്ന കപ്പലിനെ നവകേരള തീരത്തേക്ക് എത്തിക്കുമെന്ന് വീമ്പിളക്കുന്നു. ഈ വീമ്പിളക്കുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ മനുഷ്യൻ്റെ ആർത്തനാദം കേട്ട, അവൻ്റെ വിലാപം കേട്ട, അവൻ്റെ സങ്കടം കേട്ട, അവനെ സഹായിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ഇവിടെ അതിദാരിദ്ര്യ വിമുക്തമായി എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്നു. ആ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തുന്ന 30 കോടി രൂപയുണ്ടെങ്കിൽ ഈ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള ഉപകരണങ്ങൾ ഈ തന്ന ഏജൻസികൾ എടുത്തുകൊണ്ട് പോകില്ലായിരുന്നു. ഇത്രയ്ക്ക് അനാസ്ഥ. നമ്മളിത് എന്താണ് ഈ നുണകൾ കേട്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി? കേരളത്തെ നമ്പർ 1 ആക്കിയിരിക്കുന്നു. കേരളത്തിൻ്റെ ആരോഗ്യമേഖല ശ്രേഷ്ഠമായിരിക്കുന്നു. കൃത്യം 1.5 മാസത്തിന് മുമ്പ് നിയമസഭാ സമ്മേളനം നടന്നിരുന്നു. ആ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്ന വാചകം എന്താണെന്നറിയാമോ? ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഒരടിസ്ഥാനവുമില്ല എന്ന്. പ്രതിപക്ഷങ്ങൾ കുറ്റപ്പെടുത്തുകയാണെന്ന്, പ്രതിപക്ഷങ്ങൾ ഭരണ നേട്ടങ്ങളെ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ഭരണ നേട്ടം അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് അനുഭവവേദ്യമാകണ്ടേ? നമ്മളൊരു ചികിത്സയുമായി ഒരു മെഡിക്കൽ കോളേജിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ആ ചികിത്സ നിലവാരം, ഒരു മനുഷ്യന് അർഹമായ രീതിയിലുള്ള ഒരു ചികിത്സാ നിലവാരം ലഭ്യമാകുന്നില്ലെങ്കിൽ എന്ത് സർവീസാണ് ഈ ഗവൺമെൻറ് നൽകുന്നത്? ഞങ്ങൾ കുറേ കോടികൾ ചെലവഴിച്ചു എന്ന് പറയുന്നു. ഈ ചെലവഴിക്കുന്നതിൻ്റെ പകുതി ഒരുപക്ഷെ അവിടെ ചെലവാക്കിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിക്ക് പോയി കാണും. പക്ഷേ ഒരു സാധാരണക്കാരായ ജനങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒരു നരക തുല്യമായിട്ടുള്ള ആശുപത്രി, ചില ഭാഗങ്ങൾ, എന്നാൽ നല്ല മനുഷ്യർ ഇതിനകത്തുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാൽ ഈ കൂട്ടത്തിൽ ഈ പൊതുജനങ്ങളുടെ പൈസ വാങ്ങി ഇങ്ങനെ ജീവിക്കുന്ന ഈ ചിലർ ഒരു തരത്തിലുള്ള മനുഷ്യ സഹതാപം കാട്ടില്ല, ഒരു സഹജീവി സ്നേഹം കാട്ടില്ല, ഒരു സ്നേഹം കാട്ടില്ല. അവർ എന്തോ ഒരു ശത്രുക്കൾ വരുന്ന പോലെയാണ് അവർ പലപ്പോഴും പെരുമാറുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പം സാധാരണക്കാരെ ആശ്രയിക്കുന്ന വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഞങ്ങൾ മെച്ചപ്പെടുത്തി എന്ന് പറയുമ്പോൾ, അതുവേണ്ടി തള്ളുമ്പോൾ, ആ തള്ളലിനനുസരിച്ചുള്ള സേവനം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ലഭ്യമാക്കണ്ടേ? ഇവിടെ 4 മെഡിക്കൽ കോളേജുകൾ സ്ഥാപിച്ചു എന്നും 6 മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയെന്നും പറയുമ്പോൾ എന്ത് സൗകര്യമാണ് നിങ്ങൾ ഏർപ്പെടുത്തിയത്? ഇതാണോ ഈ വേണുവിനെ പോലുള്ളവരുടെ ദുരിതവും വിലാപവും കേൾക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടമാണോ നമുക്കുള്ളത്? ഇവിടെ ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നു. യൂത്ത് കോൺഗ്രസ് ഇന്ന് സമരമൊക്കെ നടത്തി. പക്ഷേ അത് അങ്ങനെ രാജിവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. രാജിവെച്ചിട്ടും കാര്യമില്ല. കാരണം ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഉണ്ടെന്ന് നമുക്ക് കരുതാനാവില്ല. കാരണം ഇതൊക്കെ കപ്പിത്താനാണ് നിർവഹിക്കുന്നത്. കപ്പിത്താൻ്റെ നിയന്ത്രണത്തിലാണ്. AKJ സെൻറ്ററിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന അദ്ദേഹമാണ് അവരുടെ പ്രൈവറ്റ് സെക്രട്ടറി. അപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുവാനോ ഈ കുറ്റക്കാരെ ശിക്ഷിക്കുവാനോ ആ പാവം മന്ത്രിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നാളിതുവരെ ഈ ആരോഗ്യ മേഖലയിലെ ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങൾക്ക് മേൽ എന്ത് നടപടിയെടുത്തു? ഇന്ന്
ഈ പാവം പിടിച്ച സ്ത്രീ, സിന്ധു എന്ന സ്ത്രീ, വേണുവിൻ്റെ ഭാര്യ, ലോകത്തോട് പറയുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ചില ഡോക്ടർമാർ ഞങ്ങൾ ചോദിച്ചിട്ടൊരു മറുപടി പറയുന്നില്ല, ഞാനൊന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ട് എന്നെ കാണാൻ അനുവദിച്ചില്ല, രോഗവിവരം എന്നോട് പറഞ്ഞില്ല, 5 ദിവസമായി തറയിൽ കിടത്തി ഒരു മരുന്നും നൽകിയില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് ലോകത്തോട് പറയുകയാണ് ഞങ്ങൾ എന്തൊക്കെയോ മരുന്ന് കൊടുത്തു, ക്രിയാറ്റിൻ്റെ ലെവല് കൂടുതലായിരുന്നു എന്നൊക്കെ. മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത്? അതിലൊന്നും ആ പറഞ്ഞതിലൊന്നും ന്യായീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഈ ജനങ്ങളോട്, നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ മലയാളികളോട്, നമ്മുടെ ജനങ്ങളോട്, നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ സഹജീവികളോട് ഈ അനുതാപമില്ലാത്ത, ഈ സൗഹൃദമില്ലാത്ത, ഈ സ്നേഹമില്ലാത്ത ഈ പെരുമാറ്റം ആണോ ഈ സർക്കാരിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇതാണോ നമ്മൾക്ക് വേണ്ടത്? ആരോഗ്യമന്ത്രി പറയും ഏറ്റവും വലിയ ഒരു തള്ളൽ എന്താണ്? നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ കേരളത്തിൽ ലഭിച്ചു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ഈ സർക്കാരിൻ്റെ ഭരണകാലത്തെ നേട്ടം നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ ഇവിടുത്തെ കുറേ ആശുപത്രികൾക്ക് ലഭിച്ചു. ആ അക്രഡിറ്റേഷൻ ലഭിച്ചതുകൊണ്ട് വേണു എന്ന സാധാരണക്കാരന് എന്ത് നേട്ടമുണ്ടായി? നമ്മുടെ ഒരു അയൽവാസിക്ക് എന്ത് നേട്ടമുണ്ടായി? ഒരു സാധാരണക്കാരൻ ആശുപത്രിയിലോട്ട് വരുമ്പോൾ എനിക്ക് നാഷണൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അവൻ്റെ രോഗം ഭേദമാകുമോ? ഇവിടെ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വെക്കുന്നത്? ഈ ന്യായമായിട്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, അവർക്ക് വേണ്ടുന്ന പ്രാഥമികമായിട്ടുള്ള സൗകര്യം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയല്ലേ ആരോഗ്യരംഗം? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എന്നും സാധാരണക്കാരായി തന്നെ നിൽക്കുന്നു. സമ്പന്നരുമായിട്ടുള്ള ഒരു വലിയ വിഭജനം വലുതായിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെ പോരാടുന്നതാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ആരോഗ്യ മേഖല, പൊതുമേഖലയിലെ അല്ലെങ്കിൽ പൊതുജനാരോഗ്യ രംഗത്തെ ഈ അനാസ്ഥയും കെടുകാര്യസ്ഥതയും ഈ നാഥനില്ലായ്മയും ആർക്കാണ് വളം വെച്ചു കൊടുക്കുന്നത്? സ്വകാര്യ മേഖലയിലെ കൊള്ളക്കാർക്ക്. അവർക്ക് തഴച്ചു വളരാൻ വേണ്ടിയുള്ള അവസരമല്ലേ ഇവിടെ സൃഷ്ടിച്ചു കൊടുക്കുന്നത്? അത് ബോധപൂർവമാണോ ചെയ്യുന്നത്? ഈ ആരോഗ്യരംഗത്തെ തള്ളലുകൾ വെറും തള്ളലുകളാണെന്നും അവകാശവാദങ്ങൾ വൃഥാവിലാണെന്നും 5 വർഷക്കാലം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച ബഹുമാന്യനായ രാജീവ് സദാനന്ദൻ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ട് 1 മാസം തികഞ്ഞിട്ടില്ല. ഡോക്ടർ ഹാരിസ്, അദ്ദേഹം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അദ്ദേഹം ആരോഗ്യരംഗത്തെ മെഡിക്കൽ കോളേജിൻ്റെ അപര്യാപ്തതകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുവാൻ ആണ് സർക്കാർ ശ്രമിച്ചത്. ഇതിനെ ന്യായീകരിക്കുവാനാണ് രംഗത്ത് വരുന്നത്. എന്നാൽ ഇവിടെ പരാജയമുണ്ട് എന്ന്, അല്ലെങ്കിൽ പോരായ്മകളുണ്ട് എന്ന് പറയുവാൻ അവർ തയ്യാറല്ല. നോക്കൂ, ഈ കഴിഞ്ഞ 17/9 ഇവിടെ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചയിൽ ഇവിടുത്തെ വ്യവസായ വകുപ്പ് മന്ത്രി ബഹുമാനനായ ശ്രീ പി രാജീവ് പറഞ്ഞ എന്താണ്? നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുവാൻ ഒരു അവസരം പ്രതിപക്ഷം ഉണ്ടാക്കി തന്നു എന്ന് അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് കൊടുത്തപ്പം. ഈ നേട്ടമാണോ നമ്മളുടെ നേട്ടം? ഇതാണോ നമ്മുടെ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടം? ഇത് പെരുനുണയല്ലേ? ഈ കള്ളത്തരമല്ലേ? ഇത് യഥാർത്ഥത്തിലുള്ള വസ്തുതകളെ വിസ്മരിച്ചുകൊണ്ട് വെറും പ്രചരണ വേലകൾ നടത്തിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ഈ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളല്ലേ ഈ വേണുവിൻ്റെ മരണം ജനങ്ങളോട് പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരും. ശ്രീ രാജേഷ് ചെറുപ്പാട്, ഇവിടെ സിസ്റ്റത്തിൻ്റെ പാളിച്ച എന്ന് നേരത്തെ പല ഘട്ടത്തിലും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം, ഈ സിസ്റ്റത്തിലുള്ള ആളുകൾ തന്നെയാണ് പുറത്തു വന്ന് പറയുന്നത് ഇതിനകത്ത് പാളിച്ചയുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിരന്തരമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും ഈ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഞങ്ങളുടെ വികസന നേട്ടത്തിൽ അസൂയ പൂണ്ട്, വിരളി പൂണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഇതാ ഒന്നടങ്കം ഇറങ്ങിയിരിക്കുന്നു. ഇടതു സർക്കാരിനെ ഇടിച്ചു താഴ്ത്താനുള്ള ശ്രമം നടക്കുന്നു, ബോധപൂർവമുള്ള ഒരു ക്യാമ്പയിൻ നടക്കുന്നു എന്നുള്ള ഇരവാദം ഉയർത്തുന്നു. നമ്മുടെ സിസ്റ്റത്തിൽ പാളിച്ചയുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം അതത് ഭരണകൂടങ്ങൾക്കാണ്. അത് ഏത് ഭരണകൂടമാണെങ്കിലും. പക്ഷെ ഇവിടെ അത് ഉണ്ടാകുന്നില്ല. ആരോഗ്യ വകുപ്പിനെ കുറിച്ച് കഴിഞ്ഞ 9.5 വർഷം, അതുപോട്ടെ, ഈ ആരോഗ്യമന്ത്രി വീണ ജോർജ് അധികാരമേറ്റ ശേഷം 4.5 വർഷം കഴിയുകയാണ്. ഇത്രയും അധികം പരാതികൾ വന്നിട്ട് മാസങ്ങൾ നമുക്ക് എണ്ണി പറയാനാകും. അങ്ങേക്കും അത് അറിവുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു റീസ്ട്രക്ചറിങ് ഇവിടെ നടക്കാത്തത്? ആ വകുപ്പിനെ അഴിച്ചു പണിയാൻ എന്താണ് നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത്? ഏറ്റവും അധികം സാധാരണക്കാരുമായി ഇടപെടുന്ന 2 വകുപ്പുകളാണ്, ഒന്ന് ആരോഗ്യ വകുപ്പും ഒന്ന് ആഭ്യന്തര വകുപ്പും. ആഭ്യന്തര വകുപ്പ് ഏത് രീതിയിൽ പോകുന്നതെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അറ്റ്ലീസ്റ്റ് ആരോഗ്യ വകുപ്പിനെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ നിങ്ങൾ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? ദുരഭിമാനമാണോ നിങ്ങളെ നയിക്കുന്നത്? അല്ല, ഇടതുപക്ഷം കേരളത്തിലെ പല സിസ്റ്റത്തെയും തിരുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നണിയാണ് LDF എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടി, അതിന് നേതൃത്വം വഹിക്കുന്നതിൻ്റെ പാർട്ടി കേരളത്തിൻ്റെ പല സിസ്റ്റങ്ങളെയും പല കാര്യങ്ങളെയും പുതുക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്.
അതുകൊണ്ട് സിസ്റ്റങ്ങളെ തിരുത്തുന്നതിനെ സംബന്ധിച്ച് ആർക്കും ഇവിടെ ഭയമില്ല. മാത്രമല്ല ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികൾ വരുമ്പം ഇതിൽ നിന്നും ഒളിച്ചോടുന്ന ഒരു നിലപാട് ഇടതുപക്ഷം സ്വീകരിക്കില്ല. അത് ഇടതുപക്ഷത്തിൻ്റെ ഒരു രീതിയുമല്ല. അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള ബഹുമാനായ സുഹൃത്ത് പറഞ്ഞത്, അദ്ദേഹം വലതുപക്ഷ UDFൻ്റെ അതേ ഭാഷ്യത്തിൽ തന്നെയാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് എന്ന് വ്യക്തവുമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വേണുവിൻ്റെ മരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അതിൽ ദുഃഖിക്കുന്നത് ഒരുപക്ഷെ എന്താ പറയുക, ഭരണകക്ഷിയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പാണ്, ആ സിസ്റ്റമാണ്. അപ്പോൾ അപ്പം അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. എന്താണ് കാര്യം, എന്താണ് അവിടെ സംഭവിച്ചത്, അതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വരികയും അതിനെ സംബന്ധിച്ച് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റം മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റുക തന്നെ ചെയ്യണം. അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ആർക്കും അവിടെ അഭിപ്രായ വ്യത്യാസമുള്ളത്? ഇതിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലുള്ള ആരോഗ്യരംഗം, ഇതിനെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ആഭ്യന്തര രംഗം, അല്ലെങ്കിൽ LDF ഗവൺമെൻറ്, ഇടതുപക്ഷ ഗവൺമെൻറ് ആകെ കുഴപ്പത്തിലാണ്, ജനദ്രോഹ നടപടികളാണ്, ഇത് മുഴുവൻ PR വർക്കുകളാണ് എന്ന് പറയുന്ന ഒരു PR വർക്കുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. നമ്മൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ലോകത്തിലെ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മാത്രമായ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു സംസ്ഥാനമാണ് ഈ കേരളത്തിലെ. വികസിത രാജ്യങ്ങൾക്കൊപ്പമാണ് നമ്മുടെ ആരോഗ്യ സൂചിക. ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് അമേരിക്ക പോലുള്ള വൻകിട സമ്പന്ന രാഷ്ട്രങ്ങളോടേക്കാൾ വർദ്ധിച്ച തലത്തിലാണ് നമ്മളുടെ ശിശുമരണ നിരക്ക്. ഇത് ആധികാരികമായ കാര്യങ്ങളാണ്. ഉയർന്ന ആയുർദൈർഘ്യം, കേരളത്തിൻ്റെ ആയുർദൈർഘ്യം എന്തായിരുന്നു പരിശോധിച്ച് നോക്കണം. അത് ഉയർത്തിയിട്ട് നിങ്ങൾ തന്നെ കൊല്ലുകയാണല്ലോ. ഉയർന്ന ആയുർദൈർഘ്യമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഒരു സർക്കാർ ആശുപത്രികളിൽ പോകുന്നവന് തിരിച്ച് ജീവനോടെ വരാൻ പറ്റുമോ എന്ന അവന് തന്നെ സംശയം ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ. അത്ര അതിശോക്തികൾക്ക് അപ്പുറത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ അല്ലല്ല ശ്രീ രാജേഷ് അങ്ങ് പറയുന്നത് പോലെ അങ്ങ് പറയുന്നത് എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ. തീർച്ചയായിട്ടും അങ്ങേക്ക് സമയം തരും. അല്ലല്ല അങ്ങേക്ക് സമയം തരും, നിശ്ചയമായും അങ്ങേക്ക് സമയം തരും. പക്ഷേ എന്റെ ചോദ്യമല്ല അങ്ങ് ഉത്തരം നൽകുന്നത്. അങ്ങ് പറയുന്നത് ഈ സാധാരണഗതിയിൽ സർക്കാർ നടത്തുന്ന സർക്കാർ പറയുന്ന അതേ കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്. ഞങ്ങൾക്ക് അതുണ്ട്, ഞങ്ങൾക്ക് ഇതുണ്ട്, ഞങ്ങൾ ഒന്നാമതാണ്, ഞങ്ങളിത് രണ്ടാമതാണ് എന്നതല്ല പ്രശ്നം. അവിടെയാണ് പ്രശ്നം. നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ PR വർക്കിന്റെ പിന്നാമ്പുറത്ത് ഊതിപ്പെരിപ്പിച്ച കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസ്തുതകളിലേക്ക് ഇറങ്ങി വരൂ സാർ. അല്ല അങ്ങ് പറയട്ടെ. ഈ പറഞ്ഞതുപോലെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഹർഷിന അല്ല, നമുക്ക് ഓരോന്നായി ഇടകീറി പരിശോധിക്കാം. കോഴിക്കോടുള്ള ഹർഷിന എന്ന് പറയുന്ന യുവതി വൈറൽ ശസ്ത്രക്രിയ ഉപകരണം മറന്നു വെച്ച് തുന്നിക്കെട്ടിയ ഏതോ നെറുകെട്ട ഡോക്ടർമാർ എന്ത് റിപ്പോർട്ട് സമർപ്പിച്ചു, എന്ത് നടപടിയെടുത്തു? നിങ്ങൾ ഉത്തരമുണ്ടോ അതിന്? ഞാൻ അതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചോദ്യങ്ങൾക്ക് ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു വരുമ്പോൾ എന്നെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഉയർന്ന ആയുർദൈർഘ്യം, കുറഞ്ഞ മാതൃമരണ നിരക്ക്, പകർച്ചവ്യാധി പാൻഡമിക് ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, ജീവിതശൈലി രോഗങ്ങളെ സംബന്ധിച്ചുള്ള പ്രതിരോധ അതിൻ്റെ പദ്ധതികൾ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സാമൂഹ്യനീതിയും തുല്യതയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യരംഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വികസിത രാജ്യങ്ങളോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് സാർ കേരളം. സംശയമുണ്ടോ കാര്യത്തിൽ? ഉണ്ട്. സംശയമില്ല. അല്ല, ഇത് ഡാറ്റയാണ്, വസ്തുതയാണ്. നമ്മൾ ഒരുപാട് ഡേറ്റ കണ്ടിട്ടുണ്ട് സാർ. സ്പ്രിംഗ്ലർ അടക്കമുള്ള ഡേറ്റ നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് അങ്ങ് ഡേറ്റയുടെ കണക്ക് ദയവ് ചെയ്ത് പറയരുത്. ഇവിടെ നിന്ന് എങ്ങനെയാണ് KK ശൈലജ എന്ന് പറയുന്ന പഴയ ആരോഗ്യമന്ത്രി പോയി ഒരു നിമിഷം പഴയ ആരോഗ്യമന്ത്രി എങ്ങനെയാണ് അവാർഡ് നേടിയതെന്നും BBC അടക്കമുള്ള മാധ്യമങ്ങളിൽ ഏത് തരത്തിലാണ് റിപ്പോർട്ടുകൾ എഴുതി പിടിപ്പിച്ചതെന്നും ഇതൊക്കെ ഡേറ്റയാണ് സാർ. അതും നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഡേറ്റയുടെ കണക്ക് ദയവ് ചെയ്ത് അങ്ങ് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ്. അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് ഈ ആഗോളതലത്തിൽ ഒന്നും പോകണ്ട. നമ്മുടെ കൊച്ചു കേരളത്തിൽ 14 ജില്ലകളിലുള്ള നമ്മുടെ ഈ കുഞ്ഞു കേരളത്തിൽ നടക്കുന്ന 1-2 വിഷയങ്ങൾ, അതിനുള്ള ഉത്തരം തരൂ. ഹർഷിനിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ച് എന്തായി? പാലക്കാട് ഒരു പെൺകുട്ടിയുടെ കൈ അറുത്തു മാറ്റേണ്ടി വന്നു. എന്ത് റിപ്പോർട്ട് സമർപ്പിച്ചു? അവസാനം എന്ത് നടപടിയെടുത്തു? ഈ തിരുവനന്തപുരത്ത് സുമയ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, താങ്കൾക്ക് അറിയുന്ന കാര്യമല്ലേ, ശസ്ത്രക്രിയയുടെ പാളിച്ച കൊണ്ട് ഗൈഡ് വരെ അവസാനം ഇവിടെ ഹൃദയത്തിലാണ്
ആ ഹൃദയത്തിൽ ആ വയറുമായി ആ കുട്ടി ജീവിക്കുകയാണ്. എന്ത് നടപടിയെടുത്തു? ഡോക്ടർമാർ കുറച്ച് പൈസ കൊടുത്ത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമല്ലേ നടന്നത്? ഏറ്റവും ഒടുവിൽ ഇതാ വേണു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 42 വയസ്സുള്ള ഒരു ഓട്ടോറിക്ഷക്കാരൻ. ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ 1-ാം നമ്പർ ആണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതിപ്പോ മറച്ചു വെക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ഇതിനകത്ത്. മറച്ചു വെക്കുന്നതല്ല, നിങ്ങൾ അതൊക്കെ മറച്ചു വെക്കാനാണ്. ആർക്കും ഇതിനകത്ത് എന്തെല്ലാം നടപടികൾ എടുത്തു എന്ന് ശ്രീ രാജേഷ് ചിറപ്പാട്, അങ്ങേക്ക് കൃത്യമായ ഉത്തരമുണ്ട് എങ്കിൽ അങ്ങ് അതിനുള്ള ഉത്തരം പറയുന്നത് പോലെ ആഗോളതലത്തിൽ ഞങ്ങൾ ഒന്നാമതാണ് രണ്ടാമതാണ് എന്നല്ല വാദമല്ല അങ്ങ് ഉയർത്തേണ്ടിയിരുന്നു. നമ്മൾ എവിടെയാണ് മറച്ചു വെക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ അന്ന് എവിടെയെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ടോ? ഒന്നും ഒളിച്ചോടിയിട്ടില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് സിസ്റ്റത്തെ അടക്കം അഴിച്ചു പണിയുന്നുണ്ടെങ്കിൽ അഴിച്ചു പണിയുന്നുണ്ട് പറയരുത്. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഈ പറയുന്നത് നുണകളാണെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ സമ്മതിക്കണം, ഇത് വസ്തുതയാണ്. അതെങ്ങനെ പറ്റും? വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ സമ്മതിക്കാൻ പറ്റുമോ? അല്ലല്ല, എന്റെ അധികാരത്തിൽ വരുന്നത് ആ കേരളത്തിൽ അദ്ദേഹത്തിന് നേതൃത്വം നടത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാ മൂന്നാമതും വരാൻ പോവാണ്. നിങ്ങൾ നോക്കിക്കോ, മൂന്നാമതും വരാൻ പോവാണ്. ഇതൊക്കെ 2-10 വോട്ടായി മാറുമെന്നുള്ള രീതിയിൽ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അജണ്ടകൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വോട്ടായി മാറില്ല. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ പോവുകയാണ്. നിങ്ങൾ ഈ മരിക്കുന്ന ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പാളിച്ച കൊണ്ട് നിങ്ങൾ കൊല്ലുന്ന വേണു അടക്കമുള്ളവർ നിങ്ങൾക്ക് വോട്ടായിരിക്കും. പക്ഷെ പൊതുസമൂഹത്തിന് അതല്ല. താങ്കൾ ഈ പറയുന്ന താങ്കളുടെ വാക്കുകളിലുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഇത് രാഷ്ട്രീയത്തിന്റെ നാലാംകിട രാഷ്ട്രീയമല്ല സാർ. ഇതൊരു സാധാരണക്കാരൻ പൗരനായിട്ടുള്ള ഒരു വ്യക്തി സ്വാഭാവികമായും എണീറ്റ് എന്ന് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. നിങ്ങൾ എവിടെ എന്ത് അടിച്ചുപണി ചെയ്തു? ഇവിടെ ഇത്രയും സംഭവങ്ങൾ ഞാൻ എണ്ണി പറയാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ നടപടി എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് വീട്ടിലിരിക്കേണ്ട സാഹചര്യം നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? ഇത് സത്യം വിളിച്ച് പറയുന്നവരെ പിറ്റേ ദിവസം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റും, അവിടെ നിന്നും അപ്പുറത്തേക്ക് മാറ്റും. ഇതല്ലാതെ എന്ത് നടപടി നിങ്ങൾ ചെയ്തു? ആരോഗ്യ വകുപ്പിനെതിരെ നിരന്തരം ആക്ഷേപം ഉയരുന്നു. ഒരു മാറ്റം നിങ്ങൾ ചെയ്തോ? ഇവിടെ കോടതി വരെ ചോദിക്കുന്നു, എന്നിട്ടും ഇതിനൊന്നും തന്നെ ഉത്തരമില്ല. എന്നിട്ട് പറയുന്നു ഞങ്ങളിത് എല്ലാവരും വട്ടം കൂടിയിട്ട് ആക്രമിക്കുന്നു എന്നല്ലേ? ഇത്തരം ഈ ദൗർഭാഗ്യകരമായ ഈ സംഭവത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം എവിടെ ഒളിച്ചോടിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ അതിന്. ഈ രാജേഷ്, ഇത് എങ്ങനെ ദൗർഭാഗ്യകരമാകും? ഇത് മനഃപൂർവ്വം അദ്ദേഹത്തിന് ചികിത്സ നിഷേധിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം താങ്കൾ കേട്ടത്. ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നടപടി ഉണ്ടാവുന്നുള്ള കാര്യം നിലപാട് സ്വീകരിക്കുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞു? അല്ല, ഇനിയാണോ ചെയ്യേണ്ടത്? ഇനിയാണോ വീഴ്ച ചെയ്യേണ്ടത്? അങ്ങനെയാണെങ്കിൽ ഇതിന് മുൻപ് ചെയ്യണമായിരുന്നു സാർ. ഈ 9.5 വർഷം നിങ്ങൾക്ക് ജനം തന്നില്ലേ? 9.5 വർഷം ഏതെങ്കിലും ഭാഗത്ത് പാളിച്ചയുണ്ട് എങ്കിൽ അത് കണ്ടുപിടിക്കാത്തത് ആരുടെ കുറ്റമാണ്? ഈ സാധാരണക്കാരൻ്റെ കുറ്റമാണോ? ഈ സിസ്റ്റത്തിൽ എറർ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് തിരുത്തേണ്ട ഉത്തരവാദിത്തം ആരുടേതാണ്? ജനങ്ങളാണോ അതോ നിങ്ങളാണോ ചെയ്യേണ്ടത്? സിസ്റ്റം എവിടെയാണ് അതിൻ്റെ കുറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് തിരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തിരുത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമായിരുന്നു എന്നാണ് എൻ്റെ ചോദ്യം. ഇല്ല, അത് പറയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അത് പറയാൻ പറ്റില്ല. LDF വരും, എല്ലാം ഉറപ്പാണ് എന്ന് നിങ്ങൾ വാഗ്ദാനം നൽകുകയും എന്നാൽ ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുമില്ല. അതൊക്കെ ആരുടെയോ കയ്യിൽ. അതെന്ത് വാദമാണ് സാർ? ജനങ്ങളുടെ ജീവൻ വെച്ചാണോ പന്താടുന്നത്? എന്ത് ധൈര്യത്തിൽ? താങ്കൾ ഈ നേരത്തെ എന്നോട് പറഞ്ഞല്ലോ 3ാമത് പിണറായി സർക്കാർ വരാൻ പോകുന്നത്. അങ്ങനെ വന്നോട്ടെ, അത് ജനം തീരുമാനിക്കട്ടെ. ഇങ്ങനെ ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത നിങ്ങൾ 3.5 കോടി ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്നു, 3.5 കോടി ജനങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നു എന്ന് കേരളത്തിലെ ബുദ്ധിയുള്ള ജനം ചിന്തിക്കണം അല്ലേ? നിങ്ങൾ എന്റെ സമയം നിങ്ങളാണ് പറയുന്നത്. ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണോ? എന്നെ പറയാനത് അനുവദിക്കാതെ എന്താണ് പറയേണ്ടത്? എങ്ങനെയാണ് പറയേണ്ടത്? എൻ്റെ അവസരത്തിൽ എനിക്കതിന് ജനാധിപത്യപരമായിട്ട് എനിക്കതിനുള്ള അവസരം തരിക, എന്നിട്ട് ചോദിക്കുക. അതിന് പകരം എന്നെ പറയാൻ അനുവദിക്കാതെ നിങ്ങൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ സംസാരിച്ചോളൂ, എനിക്കൊന്നും സംസാരിക്കാനില്ല. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു വന്നതാണ് ഞാൻ അതാണ് പറഞ്ഞത്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ള നിലയിലല്ലേ ഞാൻ പറഞ്ഞു വന്നത്. എന്താണ് പറഞ്ഞത്? ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടെങ്കിൽ അത്
ഈ പറയുന്ന സവിശേഷമായി എന്താണ് വേണുവിൻ്റെ ഒരു വിഷയത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് സംഭവിക്കേണ്ടതെന്ന് അന്വേഷിക്കരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. സംഭവിച്ച കാര്യം സംഭവിച്ചത് തന്നെയാണ്, ദൗർഭാഗ്യകരമാണ്, ഒരു തർക്കവുമില്ല. അപ്പം അതിലെന്താണ് അവിടെ സംഭവിച്ചത് അത് നമ്മൾ അറിയണ്ടേ. ഊഹാപോഹങ്ങളും വൈകാരികമായിട്ടുള്ള വാചോടാപങ്ങൾക്കപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യവും എന്താണ്, അത് മെഡിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോഗ്യ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിൻ്റേതായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളൊരു ശാസ്ത്രീയ അന്വേഷണം അനിവാര്യമാണ്. നമ്മളിവിടെ ഇരുന്ന് ചാനൽ ചർച്ചകളിലിരുന്ന് വാചോടാപങ്ങൾ പറയുന്നത് പോലെയല്ലല്ലോ ഒരു അന്വേഷണം നടക്കണം. ഒരു മനുഷ്യൻ്റെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്, ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അത് എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് അറിയാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ട്, ഈ ഗവൺമെൻറ്റിനുണ്ട്. അത് അന്വേഷിക്കും. അങ്ങനെ അതിൻ്റെ റിപ്പോർട്ടുകൾ ഉണ്ടാകും. ആ റിപ്പോർട്ടുകൾ വരട്ടെ. ആ റിപ്പോർട്ടുകൾ വന്ന് എവിടെയാണ് സംഭവം പാളിച്ച പറ്റിയത്, നടപടി എടുക്കേണ്ട വിഷയങ്ങളുണ്ടോ, നടപടി എടുക്കുന്നുണ്ടെങ്കിൽ നടപടി എടുക്കണം. എന്താ സംശയം? അങ്ങനെ നടപടി എടുത്തില്ലെങ്കിൽ ഞാനും പറയാം, നടപടി എടുത്തില്ലെങ്കിൽ അത് ശരിയായില്ലെന്ന് പറയാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ അത് വരട്ടെ. അത് വരുന്നതിന് മുമ്പ് ഇത് ഒരാളുടെ മരണത്തെ മുൻനിർത്തി കേരളത്തിലുള്ള ഗവൺമെൻറ്റിനെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വാചോടാപങ്ങൾക്ക് എന്ത് പ്രസക്തി? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരോഗ്യ മേഖലയിലുള്ള നമ്മുടെ കൈവരിച്ച നേട്ടം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒരു നേട്ടവും നമ്മൾ കൈവരിച്ചില്ലെന്നാണോ? കേരളപ്പിറവിക്ക് ശേഷം 57 EMS ഗവൺമെൻറ്റിന് ശേഷം തുടർന്ന് വന്നിട്ടുള്ള അത് LDF ആകട്ടെ UDF ആകട്ടെ എന്നുള്ള ജനാധിപത്യ പ്രക്രിയയിൽ ഉണ്ടായിട്ടുള്ള, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയില്ല പറയുന്നത്, ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ട്. ആ നേട്ടങ്ങളുടെ ആകത്തുകയാണത്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ക്ഷേമ പദ്ധതികളിലും മറ്റ് UDF ഗവൺമെൻറ്റിനേക്കാൾ കുറേ കൂടി ഊന്നൽ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട്, ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വിപ്ലവാത്മകമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ചരിത്രമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതാണ് പറഞ്ഞത് വികസിത രാജ്യങ്ങളെപ്പോലും കിടപിടിക്കുന്ന തരത്തിലുള്ള ആരോഗ്യ സംവിധാനങ്ങളുള്ള സിസ്റ്റമുള്ള ചികിത്സാരീതികളുള്ള ഒരു സംസ്ഥാനമാണ് മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് യൂണിയൻ ഗവൺമെൻറ്റിലെ ഈ കൊച്ചു കേരളം എന്ന് പറഞ്ഞാൽ പറഞ്ഞത്. ഇതാണ് പറയാനുള്ളൊരു കാര്യം. അപ്പം ഇവിടെ സംഭവിച്ചത്, നമ്മളിപ്പോൾ വേണുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് നിർഭാഗ്യകരമാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച്, ഞാൻ പറഞ്ഞില്ലേ, അത് ശാസ്ത്രീയമായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളുടെ വാചോടാപങ്ങൾക്കപ്പുറത്തേക്ക് പിന്നെ ആവശ്യമാണ്. അപ്പോൾ അത് വരട്ടെ. അത് അന്വേഷണം വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചെന്നറിയാലോ. ചികിത്സയിൽ പാകപ്പിഴം ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. 2 ഓഡിയോ ക്ലിപ്പിങ്ങുകളുണ്ടല്ലോ, അത് നമ്മൾ കേട്ടതാണ്. അതിവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കേട്ടതാണ്. അവിടെ എനിക്കൊരു ചോദ്യം, ഒരു നിമിഷം അങ്ങ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എനിക്ക് ചോദിക്കാമല്ലോ. അതായത് ഈ ശാസ്ത്രീയമായ പരിശോധനകളും ശാസ്ത്രീയമായ കണ്ടെത്തലുകളും ഒക്കെ വരട്ടെ, നല്ല കാര്യം, റിപ്പോർട്ട് വേണം. എൻ്റെ ചോദ്യം, വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ അങ്ങേക്ക് സന്ദേഹമുണ്ടോ? വേണുവിൻ്റെ സന്ദേഹം ഉണ്ടാകുന്ന തരത്തിലാണല്ലോ അത്. എന്താ സംശയിക്കുന്നത്? എന്താണ് സംശയം? അതുകൊണ്ടല്ലേ അത് അന്വേഷിക്കണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിപ്പോർട്ട് തേടുന്നത് എന്തുകൊണ്ടാണ്? ഒരു വിഷയമില്ലാതെ മെഡിക്കൽ കോളേജിൽ എത്രയോ ഞാനൊന്ന് പറയട്ടപ്പാ, നിങ്ങൾ അങ്ങോട്ട് ചോദിക്കണ്ടേ? അങ്ങ് സംസാരിച്ചു. മെഡിക്കൽ കോളേജിൽ എത്രയോ രോഗികൾ മരിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം നടത്തേണ്ട ആവശ്യമില്ല. അത് അതിൻ്റെതായ രീതിയിലുള്ള കൃത്യമായി. പക്ഷേ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്ന് പിഴവുകളുണ്ടായോ എന്നുള്ള സംശയാസ്പദമായിട്ടുള്ള ഓഡിയോ ക്ലിപ്പിങ്ങുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരോഗ്യമന്ത്രി ഡയറക്ടറോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സൂപ്രണ്ട് പറയുന്നത് തെറ്റാണെന്നാണല്ലോ ഇപ്പം തെളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൂപ്രണ്ട് പറയുന്നതിനപ്പുറത്തേക്ക് ഡയറക്ടറുടെ അടുത്ത് തന്നെ കൃത്യമായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ചികിത്സ എന്തായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിന് വളരെ ക്ലിയർ ആയിട്ടുള്ള റിപ്പോർട്ട് വേണ്ടേ? വേണു പറഞ്ഞത് ശരിയാണ് എന്നാണ് അങ്ങ് പറയുന്നത്. വേണു പറയുന്നത് ശരിയായതുകൊണ്ടാണല്ലോ റിപ്പോർട്ട് തേടുന്നത് സുഹൃത്തെ. ആണല്ലോ, ഇടതുപക്ഷം ഇതിനെ അഭിമുഖീകരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് അഭിമുഖീകരിക്കുകയാണ്. അവിടെ സാധാരണ ഒരു മരണമല്ല, ഇതൊരു അസാധാരണ മരണം. രാജേഷ് അങ്ങ് പറഞ്ഞത് സംബന്ധിച്ചോ? വേണു പറഞ്ഞത് ശരിയാണ്. പിന്നെന്താ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ വേണു പറഞ്ഞത് കാര്യമില്ല. ഒരു നിമിഷം, ഇടതുപക്ഷ ഗവൺമെന്റ് അതിൽ സംശയാസ്പദമായ കാര്യം ഉണ്ടാകൊണ്ടാണ് റിപ്പോർട്ട് തരുന്നത്, നടപടി എടുക്കുന്നതിന് വേണ്ടി. പൊതുജനത്തിന്റെ വേണു പറയുന്നത് വേണ്ടിയാണല്ലോ. നിങ്ങൾ അങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിക്കരുത്. പ്രശ്നം അതാണ്. താങ്കൾ സ്ഥാപിക്കാൻ അല്ലല്ല, ഒന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതെ, ഈ രാജേഷ് അങ്ങയോട് ചോദിച്ചത്, ഈ വേണു പറഞ്ഞത് അതിൽ നിന്ന് വ്യക്തമാവുന്നത് ഇതിനകത്ത് വലിയ പാളിച്ചയുണ്ട് എന്നുള്ളതാണ്.
അതുകൊണ്ടാണ് സുഹൃത്തെ റിപ്പോർട്ട് എന്താണ് സംഭവിച്ചത് റിപ്പോർട്ട് നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ശ്രീ വേണു, എത്ര റിപ്പോർട്ട് കണ്ടു സാർ. അല്ലല്ല, ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് അങ്ങ് വലിയ ലേബലിൽ അങ്ങ് കാണിക്കരുതേ. എത്ര റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്? എത്ര റിപ്പോർട്ട് ഇവിടെ പുറത്തു വന്നു? അതുകൊണ്ട് ഈ റിപ്പോർട്ട് എന്ന് പറയുന്ന ആ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ദയവ് ചെയ്ത് അങ്ങ് പറയരുത്. എൻ്റെ ചോദ്യം, സിസ്റ്റത്തിൽ എറർ ഉണ്ട് എന്ന് അങ്ങേക്ക് മനസ്സിലായല്ലോ. സിസ്റ്റത്തിൽ എറർ ഉണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം മനസ്സിലായാൽ പോരാ, എനിക്ക് ഇവിടെ വരുന്ന മനസ്സിലായതുകൊണ്ട് മാത്രമല്ല. അവിടെ നിങ്ങളുടെ സർക്കാർ മനസ്സിലാകുന്നില്ല എങ്കിൽ അവിടെയാണ് സാർ പ്രശ്നം. വളരെ സുതാര്യമായും വളരെ ക്ലിയർ കട്ടായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഇത്രയും സങ്കീർണമാക്കേണ്ട കാര്യമില്ല. അതായത് മെഡിക്കൽ കോളേജിൽ നിന്ന് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം മരിച്ചുപോയ, ഈ ഓഡിയോ ക്ലിപ്പിങ്ങിന് ശേഷം മരിച്ചുപോയ ഒരാളുടെ ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നത്. 2 ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം അത് പറയുന്നത്, അല്ലേ? അദ്ദേഹം നേരിട്ട് അനുഭവിച്ച കാര്യമാണ്. ഒരു നായെ നോക്കുന്ന കണ്ടുപോലും എന്നെ നോക്കുന്നില്ല എന്ന് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണോ? അവിടെ കിടന്ന് പുടുകിച്ച് നരകിച്ചിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം ഒരു കാര്യമല്ലോ. അല്ലല്ല, അങ്ങ് എന്തിനാണ് കാര്യങ്ങൾ വളച്ചൊടിക്കുന്നത്? ചിന്തയിൽ നിന്നും ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിനാഴ്ച എന്താണ്? അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് വന്നതാണോ? കാഴ്ചയിൽ നിന്നും അനുഭവത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. അതിന് ഇനി നിങ്ങൾക്ക് സന്ദേഹമോ? അതിന് നിങ്ങൾക്ക് സംശയമാണോ ഉള്ളത്? അല്ല, സന്ദേഹമല്ല. അതിനെ സംബന്ധിച്ചുള്ള, അപ്പോൾ അദ്ദേഹം എന്നിട്ട് മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമായി അത് ഗൗരവത്തിലെടുത്തുകൊണ്ടല്ലേ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. എന്ത് വളച്ചൊടിക്കൽ സാർ, എന്ത് വളച്ചൊടിക്കൽ? എത്ര സംഭവങ്ങൾ എന്നിട്ട് എവിടെ റിപ്പോർട്ട്? 9ാം ക്ലാസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റി, എന്നിട്ട് എവിടെ റിപ്പോർട്ട്? എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് വളച്ചൊടിക്കലെന്നോ? അഡ്വക്കേറ്റ് PM നിയാസ്, റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം. വിശ്വാസമുണ്ടോ ഈ സർക്കാരിലും ഈ അന്വേഷണ റിപ്പോർട്ടിലുമൊക്കെ? ആരോഗ്യ വകുപ്പ് മന്ത്രി ഉത്തരവിട്ട അന്വേഷണങ്ങളുടെ റിപ്പോർട്ടും കൂടി പ്രസിദ്ധീകരിച്ചാൽ എത്ര വാല്യം വേണ്ടിവരുമെന്ന ചോദ്യം ചോദിച്ചത് ഞാനല്ല, കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. നമുക്കെല്ലാവർക്കും എന്റെ ജില്ലയിലുള്ള അർഷിനിയുടെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ അന്വേഷണം ആദ്യം ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ കുറ്റം കണ്ടെത്തി. അതിനുശേഷം വീണ്ടും വകുപ്പിലെ തലവന്മാർ ചേർന്നുകൊണ്ടൊരു ജോയിന്റ് അന്വേഷണം നടത്തി. അതിലും റിപ്പോർട്ട് കിട്ടി. അതിനുശേഷം പോലീസ് അന്വേഷണം നടത്തി. അതിലും റിപ്പോർട്ട് കിട്ടി. ഈ എല്ലാ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ എന്ത് നടപടിയാണ്, എന്ത് നഷ്ടപരിഹാരമാണ് ഒരു പാവപ്പെട്ട സ്ത്രീക്ക് അവർ കൊടുത്തത്? അതിനുശേഷം നടന്ന നിരവധികളായ ആരോഗ്യ മേഖലകളിൽ ഉണ്ടായ വീഴ്ചകളെ കുറിച്ച് നിരന്തരം അന്വേഷണം നടത്തിയല്ലോ. ഏറ്റവും ഒടുവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിന്ദു മരിച്ചപ്പോ അന്വേഷണം ഉത്തരവിട്ടല്ലോ. എവിടെ അന്വേഷണത്തിന് സ്ഥിതി? എവിടെ അന്വേഷണത്തിലെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടിയെടുത്തു? അപ്പോ അന്വേഷണങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ആരോഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മറവിയുടെ സമീപനമാണുള്ളത്. ഓരോ വിഷയങ്ങൾ കഴിയുമ്പോൾ ആ വിഷയങ്ങളെ ന്യായീകരിക്കുവാനല്ലാതെ ആ വിഷയത്തെ തുടർന്ന് തുടക്കത്തിലുള്ള നിപ്പ മുതൽ തുടക്കത്തിലുള്ള H1N1 നിരന്തരമായ ഡെങ്കിപ്പനികളൊക്കെ വരുന്ന പ്രതിരോധ സംവിധാനത്തിലെ വീഴ്ചകളെ സംബന്ധിച്ചുള്ള ആ റിപ്പോർട്ട് നടപ്പിലാക്കിയോ? അതിനനുസരിച്ച് കേരളത്തെ ഇതുപോലെയുള്ള സാംക്രമിക രോഗങ്ങൾ, ഭയാനകമായ രോഗങ്ങൾ അത് ഇല്ലാതാക്കുവാനുള്ള നടപടിയെക്കുറിച്ച് റിപ്പോർട്ട് തേടിയല്ലോ. ആ റിപ്പോർട്ട് കിട്ടിയല്ലോ. ആ റിപ്പോർട്ട് വെളിച്ചം കണ്ടു. ആ റിപ്പോർട്ടിനെ കുറിച്ച് എന്തെങ്കിലും നടപടി എടുത്തു? എന്റെ പ്രിയപ്പെട്ട രാജേഷ്, നിങ്ങൾക്കാണ് ഈ അനുഭവമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മക്കളുടെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഭാര്യയുടെ അവസ്ഥ എന്താണ്? ആ ഓട്ടോറിക്ഷക്കാരന്റെ 2 കുട്ടികളുടെ അവസ്ഥ എന്താണ്? അവരുടെ നോക്കാൻ ആരാണുള്ളത്? ആ കരഞ്ഞു കലിയ കണ്ണുകളുമായി വേണുവിന്റെ ഭാര്യയുടെ രോദനം നിങ്ങൾ കേൾക്കുന്നില്ലേ? ആരാണ് ഈ സിസ്റ്റത്തിന്റെ ഉത്തരവാദി? ആരാണ് ഇത്തരത്തിലുള്ള സിസ്റ്റമാണെങ്കിൽ പിന്നെ മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ, ജനാധിപത്യ സംവിധാനത്തിന്റെ ആവശ്യമില്ലല്ലോ, ഒരു ആരോഗ്യ വകുപ്പും അതിൽ കുറെ ഡോക്ടർമാരും പോലെ. പിന്നെ നിങ്ങളെന്തിനാണ് ഇടപെടുത്തിരിക്കുക? അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയിൽ സിസ്റ്റത്തെ നേരായ വഴിക്ക് കൊണ്ടുപോകുന്നത്, തെറ്റുകൾ കണ്ടാൽ അവയെ എന്താണ് തെറ്റെന്ന് കണ്ടെത്തുന്ന റിപ്പോർട്ടുകൾക്ക് അതിന് ജീവൻ വെക്കുന്ന തീരുമാനമുണ്ടാക്കണം.
ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ലല്ലോ. കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ വീഴ്ചകളെ സംബന്ധിച്ചുണ്ടായ ഇതപര്യന്തമായ നിങ്ങളുടെ 9 വർഷക്കാലത്തെ നിരവധി അന്വേഷണങ്ങളുടെ റിപ്പോർട്ടിന്റെ നടപടി എന്താണ്? ആ നടപടിയിൽ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എന്തെടുത്തു? ഇവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണക്കുറവ് പരിഹരിക്കാൻ നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ഇവിടുത്തെ മരുന്നുകളുടെ ലഭ്യത എന്തുകൊണ്ട് ഇല്ലാതെയായി? നിങ്ങൾ അതേക്കുറിച്ച് പരിശോധിച്ചോ? അവർക്ക് വേണ്ട ആ മരുന്ന് വിതരണ കമ്പനികൾക്ക് ഉപകരണങ്ങളുടെ പരിപാലനങ്ങൾ നടത്തേണ്ട കമ്പനികൾക്കുള്ള തുക കൊടുക്കാത്തത് കൊണ്ട് എത്ര ചികിത്സ ഇവിടെ നിന്നുപോയി? ഇവിടെ എത്ര ആശുപത്രിയിലെ സർജറികൾ നിന്നുപോയി? ഇതിന്റെയൊക്കെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇവിടെ കർശനമായ എന്തെങ്കിലും ഒരു നടപടി ഇത്രയും വലിയ ആർഷിവിയുടെ കേസിൽ പോലും പോലീസ് കേസെടുത്തിട്ട് പോലും ആ ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടി എടുത്തു? ഇവിടത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചികിത്സയിലുള്ള സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി അവരെ അബോധാവസ്ഥയിൽ അവരെ മാനഭംഗപ്പെടുത്തിയ ജീവനക്കാരെ സംരക്ഷിക്കുന്ന നടപടിയല്ലേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്തത്? നിങ്ങൾക്ക് അവിടെ രാഷ്ട്രീയമല്ലേ ഉള്ളത്? അവിടെ ഒരു സ്ത്രീയെ ഇത്തരത്തിലുള്ള ഈ ലൈംഗിക അതിക്രമങ്ങൾ കാണിച്ചത് പുറത്തു പറഞ്ഞ ഒരു നേഴ്സിനെ നിങ്ങൾ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റി അവർക്ക് സമരം ചെയ്യേണ്ടി വന്നില്ലേ? അവർക്ക് ഇന്ന് അത്തരത്തിലുള്ള പീഡനങ്ങളെ ചെറുക്കുവാൻ ആ പാവപ്പെട്ട രോഗിയോടൊപ്പം നിന്ന നേഴ്സിനെ കൂടെ നിങ്ങൾ നിന്നില്ലല്ലോ. ആ പീഡനം ചെയ്ത ജീവനക്കാർക്കൊപ്പമല്ലേ നിങ്ങൾ നിന്നത്? അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ തകരാറുകൾ കണ്ടുപിടിച്ചിട്ടും നിങ്ങൾ കുറ്റവാളികൾക്കൊപ്പമല്ലേ നിന്നത്? തീർച്ചയായിട്ടും ശ്രീ ബി റജി, അവസാനമായ ഒറ്റ കാര്യം, അതായത് ഈ സിസ്റ്റം മാത്രമല്ല, സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നവരും സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ളവരും കുറ്റക്കാരാണ് എന്നുള്ളതല്ലേ ഏറ്റവും ഒടുവിൽ നമുക്ക് നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുക? അതേ ലിജിൻ, ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന, സിസ്റ്റത്തെ നിയന്ത്രിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ആ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സിസ്റ്റത്തിന് തകരാറുണ്ട്, പക്ഷേ സിസ്റ്റം നിയന്ത്രിക്കുന്ന അവർക്കതിന് കഴിയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം തന്നെ ആരോഗ്യവകുപ്പിൽ ഡോക്ടർമാരുടെ ഷോർട്ടേജ് ഉണ്ടെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പിനോട് സംസാരിച്ചപ്പോൾ ക്യാബിനറ്റിൽ വെച്ച് ധനവകുപ്പ് മന്ത്രിയുമായി വലിയ തർക്കങ്ങളുണ്ടായി എന്നും അതിൽ മുഖ്യമന്ത്രി ഇടപെട്ട് തർക്കം പരിഹരിച്ചു എന്നും പറയുന്നു. എന്നിട്ടും ആരോഗ്യവകുപ്പ് ആവശ്യപ്പെട്ട തരത്തിലുള്ള ഡോക്ടർമാരുടെ സേവനം നൽകുന്നില്ല. ഇവിടെ ഇടതു നിരീക്ഷകനായ ബഹുമാന്യനായ രാജേഷ് ചിറപ്പാട് പോലും ഈ വേണുവിൻ്റെ ദാരുണമായ അന്ത്യത്തെ ദൗർഭാഗ്യകരമെന്ന് വിശേഷിപ്പിച്ചു. പക്ഷേ ഈ ഇടതു സർക്കാരിലുള്ള ആരെങ്കിലും ഒരാൾ അത്തരത്തിലുള്ളൊരു വീഴ്ചയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചതെന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ? അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ, അതായത് നോക്കൂ, ഈ കൊറോണയുടെ കാലഘട്ടത്തിലെ തന്നെ എടുത്തു നോക്കിയാൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് 2ാം സ്ഥാനത്ത് കൊറോണയുടെ മരണമുണ്ടായത് കേരളത്തിലാണ്. അത് മറച്ചു വയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് പരാജയമാണ്. നോക്കൂ, മൺമറഞ്ഞ എത്ര രോഗങ്ങളാണ് വീണ്ടും നമ്മുടെ കടന്നു വരുന്നത്. നിപ്പ, കോളറ, മലമ്പനി, ചിക്കൻ ഗുനിയ, എലിപ്പനി, അതുപോലെ ഈ മസ്തിഷ്ക ജ്വരം, ഇതെല്ലാം തിരിച്ചു വരികയാണ്. നിപ്പ 8ാമത്തെ തവണ വന്നു കഴിഞ്ഞു. ആരോഗ്യരംഗത്ത് നാം നേടിയെടുത്ത നേട്ടങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുകയല്ലേ. ഇവിടെ എന്താണ് ക്വാളിറ്റി, നമുക്ക് അതിൻ്റെ മുന്നിൽ നിന്നെന്നോ അല്ലെങ്കിൽ മറ്റ് വേറൊരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് പറയുന്നത് എന്താണ്? കേരളത്തിലെ ചികിത്സാ സംവിധാനത്തിൽ റോബോട്ടിക് സർജറി ഉണ്ടാക്കിയെന്ന് ഒരു വലിയ നേട്ടമായിട്ട് അഭിമാനിക്കുകയാണ്. ഈ റോബോട്ടിക് സർജറി ഉണ്ടാക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു സംവിധാനം രൂപപ്പെടുത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭൂഗോളത്തിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും കാത്ത് ലാബ് ഉണ്ടാക്കിയ ഒരു സംസ്ഥാനമായി നമ്മൾ മാറിയെന്ന് വീമ്പിളക്കുമ്പോൾ ഈ സാധാരണക്കാർക്ക്, നിർധനർക്ക്, പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് അവർക്ക് എന്ത് തരത്തിലുള്ള സേവനമാണ് നിങ്ങൾ നൽകുന്നത്? ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി കുറേ റിപ്പോർട്ടുകൾ ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? ഒരു നടപടിയും എടുത്തിട്ടില്ല. ഈ സിസ്റ്റം അപ്പാടെ തകരാറിലാണ്. ഇനി ഈ സിസ്റ്റത്തെ നിയന്ത്രിക്കാനോ ഈ തകരാറ് പരിഹരിക്കുവാനോ ഈ സർക്കാരിനെ കൊണ്ടാവുകയും ചെയ്യില്ല. കാരണം ഈ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടാൽ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കില്ല. ഇതിനു മുമ്പുള്ള റിപ്പോർട്ടുകളിന്മേലും അവർക്ക് നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ സിസ്റ്റം അപ്പാടെ തകരാറിലാണ്. ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഈ സർക്കാരിനെ മോചിപ്പിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ. എന്തായാലും ഈ സാധാരണക്കാരന് ജീവൻ രക്ഷിക്കാതെ എന്ത് നമ്പർ 1 എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് PM നിയാസ്, ശ്രീ രാജേഷ് ചിറപ്പാട്, ബി റജി. ചർച്ച പൂർണ്ണമാവുകയാണ്. ജയ് ഹിന്ദ്.